കുക്കിബ്രോയുടെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ കക്ക കൊണ്ടൊരു കേരളക്കാരെ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു കിടിക്കാച്ചി റെസിപ്പിയാണ് ഗൈസ്. കക്കണ്ട. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ കിട്ടോ. തോട്ടീന്നും കായലിൽ നിന്നൊക്കെ പിറകുന്ന ഈ കക്കയിലേ നല്ല കട്ട ചെറുമണം കാണും. അത് മാറുന്ന വരെ നല്ല രീതി കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ഉടനെ നമുക്ക് ഇതിനെ അടുപ്പത്ത് കയറ്റാം. വെള്ളമൊന്നും വേണ്ട, വെറുതെ അടുപ്പത്ത് വെച്ചാൽ മതി. ഇതിൻ്റെ വെള്ളം ഇറങ്ങി വന്നിരുന്ന് വെന്തോളും. കക്ക പൊളിഞ്ഞ് ഇറച്ചി കാണുമ്പോൾ നമുക്ക് സ്റ്റൗ നിർത്തിയിട്ട് ഇതിനി പിറക്കാനിരിക്കാം. പിറക്കുമ്പോൾ ഒരു പ്രത്യേക രീതി കൊണ്ട് ഈ കക്കയ്ക്കകത്തൊരു വേസ്റ്റ് ഉണ്ട്. ആ വേസ്റ്റ് ഭാഗം ഇങ്ങനെ ഞെക്കിയെടുത്ത് കളയണം. അല്ലെങ്കിൽ അത് നമുക്ക് ശരീരത്തിന് നല്ലതല്ല ഈ ഒരു ഭാഗം. അത് ഞെക്കി കളഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാ കക്ക ഇങ്ങനെ പിറക്കിയെടുക്കാം. ഈ പിറക്കിയെടുത്ത കക്കയെ കുക്കറിൽ ഇട്ട് കുറച്ച് വെള്ളം വെച്ച് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. 2 വിസിൽ നേരം വേവിച്ചെടുത്താൽ മതി. ഇങ്ങനെ വേവിക്കുന്നതിലൂടെ ഈ കക്കയ്ക്കകത്ത് ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വിഷാംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെ ഈ മഞ്ഞളം കൊന്നു കളയും. ആ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ സവാളയും കൊച്ചുള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കാം. ഇതേ അപ്പോഴത്തേക്ക് 2 വിസിൽ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ള ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ വെച്ച് കടുക് പൊട്ടിക്കണം. കടുക് അങ്ങോട്ട് മുഴുവൻ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുത്തൊന്ന് ക്രഞ്ചി, അതായത് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇട്ടതിൻ്റെ പുറകെ തന്നെ കൊച്ചുള്ളിയും ചേർക്കണം. ഇത് നല്ലതായിട്ട് വഴലാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട അനിവാര്യമാണ്. അതൊരു ടിപ്പാണ്, എല്ലാവർക്കും അറിയാവുന്ന ടിപ്പും കൂടാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്ത് പച്ചമുളക് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുത്തതിനും ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ലോ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് അവിടെ മസാലകളൊക്കെ തയ്യാറാക്കാം. അതിനുവേണ്ടി മുളക് പൊടി ഒന്ന് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ പച്ചമണം ഉണ്ടാവും. എന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറേയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ സവാള യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി നല്ലതായിട്ട് വേകാൻ വേണ്ടി കുറച്ച് വെള്ളം താളിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് നല്ല ഈ തക്കാളി നന്നായിട്ട് വേവത്തുള്ളൂ. ഈ തക്കാളി അങ്ങോട്ട് വെന്ത് വരുന്ന മനസ്സിലാക്കുന്നത് ഇത് ഉടഞ്ഞ് ഈ സവാളയുടെ ഒപ്പം തന്നെ അങ്ങ് ചേരും. ആ ടൈം എത്തുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ അടിപൊളിയായിട്ട് അങ്ങ് യോജിപ്പിക്കാം. ഇനിയാണ് മക്കളെ മെയിൻ ടാസ്ക് വരാൻ പോകുന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണം നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി. അതിനുവേണ്ടി ഫ്ലെയിം കൂട്ടിയിട്ട് കട്ടയ്ക്ക് അങ്ങോട്ട് ഇളക്കിക്കോ, നിർത്തണ്ട. ഇതാണ്ട് ഞാൻ കാണിച്ചു തരുന്ന പരുവം വരെ ഇളക്കിക്കോ. ഇതാ ഈ പരുവത്തുമ്പോഴത്തേക്ക് ഇളക്കൽ നിർത്തി. ഇനിയാണ് ഗായ്സ് നമ്മുടെ ആ ഒരു സീക്രട്ട് റെസിപ്പി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മെല്ലെ 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 നമ്മുടെ ക്രഞ്ചി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഗായ്സ് മിച്ചർ. ആ മിച്ചർ ഞാൻ ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരൊറ്റ മിനിറ്റ് ഫ്ലെയിമിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ മിച്ചറൊക്കെ റെഡി. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി സിസിയെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞനുസരിച്ച് നമ്മളൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത സാധനമായിരുന്നു. ടേസ്റ്റ് തിന്നാൻ എനിക്ക് ടേസ്റ്റ് പറയാൻ പറ്റത്തില്ല, സോ ഊതി നോക്കാമേ. സംഗതി പൊളിയായിട്ടുണ്ട്, പൊളി ലുക്കാണ്. രാവിലെ നനച്ചതിന്റെ ഒക്കെ ലുക്ക് ഉണ്ടെങ്കിലും പക്ഷെ ടേസ്റ്റ് വെറൈറ്റി ആണ്. ഓർമ്മ വന്നത് ചപ്പാത്തി എടുക്കാം. ഞാൻ നോക്കട്ടെ. വെറൈറ്റി ടേസ്റ്റ്. ഇത് അവരെ നനച്ച പോലൊക്കെ ഇരിക്കുവാണെങ്കിലും ടേസ്റ്റ് ഒന്ന് നോക്കാം ഗൈസ്. നിങ്ങൾ ചുമ്മാ ട്രൈ ചെയ്തു കാര്യമല്ലേ. സംഗതി കിഴില് പൊളിച്ച്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കക്ക ഉണ്ടല്ലോ, അതിനൊരു ഇതുണ്ടല്ലോ സ്പൈസി, അതെ. പിന്നെ നമ്മുടെ മിക്സറിന്റെ ഒരു ക്രഞ്ചിനെസ് ഇല്ലേ, ഫുൾ ക്രഞ്ചിനെസ് ഇല്ലായിരുന്നു. ഫുൾ പറ്റത്തില്ല ഈ മഴ കൊണ്ട്
പുറപ്പാൻ തണുത്തിട്ട് ഉള്ളില് കുറച്ച് ക്രഞ്ചി ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? എങ്ങനെയുണ്ട് ടോട്ടലി നിനക്ക് ഇഷ്ടപ്പെട്ടോ? ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും ട്രൈ ചെയ്യാൻ പറയാം. ട്രൈ ചെയ്യാം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാം. എന്നാലേ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്താലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പാനൽ വരത്തുള്ളൂ. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുക ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരെ ടാറ്റാ.